ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ളൊരു വിഭവമാണ്, ഓട്സ് മഞ്ചൂരിയൻ. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഞാൻ എന്നും പറയണ പോലെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഓട്സ് മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഓട്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ 1 കപ്പ് ഓട്സ് ഒരു പാത്രത്തിൽ, വലിയ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിരിക്കുന്നത്, അതും 2 ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. പിന്നെ വേണ്ടത് ക്യാബേജ് ആണ്. ക്യാബേജ് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു ക്യാരറ്റ് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കം ആണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം മതിയാവും, 2 ടേബിൾ സ്പൂണോളം, അതും നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു ബോൾ ഷേപ്പിൽ എടുക്കണം. അപ്പോൾ അതിൻ്റെ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ചെറിയ ബോളായിട്ട് ഇതിൽ നിന്ന് എടുക്കാം. ചെറിയ ബോളായിട്ട് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ എല്ലാം ബോളാക്കി എടുത്ത് വെച്ചിട്ട് നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചീഞ്ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ഈ ഓരോ ബോളും അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇതിപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇത് കോരിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തെടുത്താണ് ചെറിയ കഷ്ണമായിട്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയാണ്. അത് നമുക്ക് ക്യൂബ് സൈസിൽ നമുക്ക് മുറിച്ച് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം വഴറ്റിയെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കം ആണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതിയാവും. അതും നമുക്കിത് ക്യൂബ് സൈസിൽ നമുക്ക് ഇതിലേക്ക് മുറിച്ച് ചേർക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം സോയ സോസാണ് നമുക്ക് ചേർക്കേണ്ടത്. പിന്നെ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസാണ്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അതിലേക്ക് ചേർക്കണം. ടൊമാറ്റോ സോസും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. 2 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സിന്റെ ബോൾസ് ഇതിലേക്കിടാം. ഇനി നമുക്ക് ആ സോസ് ഒക്കെ അതിലാവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സോസൊക്കെ നന്നായിട്ട് ഇതിൽ പാകത്തിനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓട്സ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓട്സ് മഞ്ചൂരിയൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയുടെ ഒപ്പം അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.